യോഗിയും മകനും എന്തിൽ പോയി? സുമോയില് ഗോവയിൽ പോയി എന്ന് ഓർമ്മിച്ചാൽ മതി. കണ്ടോ? ഭയങ്കര ലേസി ആയിട്ട് ബുക്ക് വായിക്കുന്ന ആ കുട്ടീനെ അങ്ങ് നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. അതാണ് നമ്മുടെ ലാസ്ലോ എന്ന് പറയുന്നത്. ഓക്കെ. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് റബീഹത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ 2025 നൊബേലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയുള്ള എക്സാമുകൾക്ക്, അത് ഏതായിക്കോട്ടെ, 10th ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, എല്ലാത്തിനും ഇനിയുള്ള എക്സാമുകൾക്ക് നമുക്കിനി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അല്ലേ നമ്മുടെ നൊബേൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം, കുറച്ചധികം ആളുകളെയും കുറച്ച് പേരുകളൊക്കെ നമുക്ക് പഠിച്ചു വെക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് കോഡ് വെച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കോഡുകൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഫീൽഡിൽ, ഓരോ കാറ്റഗറിയിലായിട്ട് ആരൊക്കെയാണ് നൊബേൽ നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഇവിടെ അങ്ങ് ക്ലിയർ ആക്കി നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം തന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത് നമ്മുടെ ഭൗതിക ശാസ്ത്രം. ഓക്കെ, ഭൗതിക ശാസ്ത്രത്തിലെ 2025 നൊബേൽ സമ്മാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ്. അപ്പൊ 3 പേരാണ് ഇവിടെ വന്നിട്ടുള്ളത്. ജോൺ ക്ലാർക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മൈക്കിൾ എച്ച് ഡൊവേററ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജോൺ എം മാർട്ടിനസ്. ഇങ്ങനെ 3 പേർക്കാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. UK, ഫ്രാൻസ്, USA എന്ന് പറഞ്ഞുകൊണ്ട് 3 രാജ്യങ്ങളും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തിനാണ് ഇവർക്ക് 2025 ഭൗതിക ശാസ്ത്രത്തിലുള്ള നൊബേൽ ഇവർ 3 പേർക്കും കരസ്ഥമാക്കിയിട്ടുള്ളത് എന്തിനാണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങും അതുപോലെ തന്നെ ഊർജം ക്വാണ്ടൈസേഷനും കണ്ടെത്തുന്നതിനാണ് 2025 ഭൗതിക ശാസ്ത്രത്തിലുള്ള നൊബേൽ പുരസ്കാരം ഇവർ തേടി എത്തുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ക്വാണ്ടം മെക്കാനിക് എന്ന് പറയുന്നതാണ് ഇവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെ നമുക്ക് ഈ പറയുന്ന ഭൗതിക ശാസ്ത്രത്തിലുള്ള നൊബേൽ പുരസ്കാരം എന്ന് പറയുന്നത് ഒരു കോഡ് വെച്ച് പഠിക്കാം എന്നുള്ളത് നോക്കാം അല്ലെ. കോഡ് ഇതാണ്: USA മെക്കാനിക്കായ മാർട്ടിനസ് ഫ്രാൻസിൽ നിന്നും മൈക്കിള് UK ക്ലാർക്കിനെ വിളിച്ചു എന്നുള്ളതാണ് നമ്മുടെ കോഡായിട്ട് വരുന്നത്. ഓക്കെ, നമുക്കിതൊരു പിക്ചർ വെച്ച് അങ്ങ് നോക്കിപ്പോയാലോ? അതായത് ഇതാണ് നമ്മുടെ ആര് വരുന്നത്? മെക്കാനിക് ആയിട്ടുള്ള മാർട്ടിനസിന്റെ പിക്ചർ ആണ് ഇത്. ഓക്കെ, അപ്പൊ അദ്ദേഹം എവിടെയാ മെക്കാനിക്? USA മെക്കാനിക് ആണ്. ആര്? അപ്പൊ ഈ മെക്കാനിക് എന്നതിലൂടെ നിങ്ങൾ എന്ത് ഓർമ്മിച്ച് വെക്കുക? നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിലാണ് 2025 ഭൗതിക ശാസ്ത്രത്തിലുള്ള നൊബേൽ പുരസ്കാരം പോകുന്നേ എന്നുള്ള കാര്യം അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ USA മെക്കാനിക് ആയിട്ടുള്ള വ്യക്തിയാണ് ആര്? മാർട്ടിനസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 2 കാര്യങ്ങൾ അവിടെ കിട്ടി. മാർട്ടിനസ് USA കാരനാണ് എന്നുള്ള കാര്യം അവിടെ കിട്ടി. അതുപോലെ തന്നെ മെക്കാനിക് എന്ന് പറയുന്നതിലൂടെ 2025 നമ്മുടെ ഭൗതിക ശാസ്ത്രത്തിലെ നൊബേൽ പുരസ്കാരം എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ക്വാണ്ടം മെക്കാനിക്കിനാണ് പോകുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി എന്താണ് നമ്മുടെ ഫ്രാൻസിൽ നിന്ന് നമ്മുടെ മാർട്ടിനസ് എവിടുന്നാ വിളിക്കുന്നത്? USA മെക്കാനിക് ആണ്, പക്ഷെ അദ്ദേഹം എവിടെ പോയാ വിളിക്കുന്നത്? ഫ്രാൻസിൽ നിന്ന് മൈക്കിൽ വിളിക്കുകയാണ്. ഇവിടെ നോക്കിയേ, മൈക്കിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്? നമ്മുടെ മൈക്കില് UK ആരെയാ വിളിക്കുന്നത്? ക്ലാർക്കിനെ വിളിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് UK കിട്ടി, ഫ്രാൻസ് കിട്ടി, അതുപോലെ തന്നെ നമ്മുടെ USA കിട്ടി. ഈ ഒരു പിക്ചർ നിങ്ങൾ അങ്ങ് ഓർമ്മിച്ച് വെക്കുക. മെക്കാനിക്കിന്റെയും അതുപോലെ തന്നെ നമ്മുടെ അയാളുടെ കയ്യിൽ ആ ഒരു മൈക്കൊക്കെ പിടിച്ചു നിൽക്കുന്ന കാര്യമൊക്കെ അങ്ങ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം നമ്മുടെ ക്ലാർക്കും അതുപോലെ തന്നെ മൈക്കിളും മാർട്ടിനസും നേടി എന്നുള്ള കാര്യം അവിടെ കൃത്യമായും ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഓരോ കൺട്രീസ്, ഇവർ ഏത് രാജ്യക്കാരാണ് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാറുണ്ട്. സോ ഭൗതിക ശാസ്ത്രം അവിടെ അങ്ങ് ക്ലിയർ ആക്കി വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരമാണ്. വൈദ്യശാസ്ത്രത്തിലുള്ള 2025 നൊബേൽ പുരസ്കാരത്തെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ആർക്കൊക്കെയാ കിട്ടുന്നത്? മേരി ഇ ബ്രോങ്കോ, അതുപോലെ തന്നെ നമ്മുടെ ഫ്രെഡ് റാംസ്ഡെൽ, അതുപോലെ തന്നെ നമ്മുടെ ഷിമോൺ സഗാഗുച്ചി. ഇങ്ങനെ 3 പേർക്കാണ് നമ്മുടെ 2025 വൈദ്യശാസ്ത്രത്തിലുള്ള നൊബേൽ പുരസ്കാരം നേടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ
കുറിച്ചിട്ടുള്ള അവരുടെ കണ്ടെത്തലുകൾക്കാണ് 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം, അതല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിനിലുള്ള നൊബേൽ പുരസ്കാരം ഇവർക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഒരു കോഡ് വെച്ച് പഠിക്കാം എന്നുള്ളത് നോക്കാം അല്ലെ. എന്താണ് കോഡ്? USA വൈദ്യനായ റാം എവിടുത്തെ വൈദ്യനാണ്? USA വൈദ്യനാണ്. ഓക്കെ, അപ്പൊ റാം എന്ന് പറയുന്ന ബ്രോ ആണല്ലോ, നമ്മുടെ ബ്രോ ആണ് ആര്? റാം എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ് ഗുച്ചിയിൽ പോവാനായിട്ട് ജപ്പാനിൽ പോയി എന്ന് ഓർമ്മിച്ചാൽ മതി. ഗുച്ചി എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ടാവില്ല. ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഭയങ്കര എന്താ ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫാഷൻ ബ്രാൻഡ് ആണല്ലേ നമുക്കറിയാം ഗുച്ചി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പോ ഈ ഗുച്ചിയിൽ പോവാനായിട്ട് റാം എങ്ങോട്ടാ പോകുന്നത്? ജപ്പാനിലോട്ടാണ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെ പഠിച്ചു വെക്കാം? വൈദ്യനായ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ഓർമ്മിച്ച് വെക്കുക? വൈദ്യശാസ്ത്രത്തിലെ നൊബേൽ പുരസ്കാരമാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത് എന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അപ്പോ USA ആര് വൈദ്യനായിട്ടുള്ളത്? റാം. ഓക്കെ, റാം എന്ന് പറയുന്ന വ്യക്തിനെ പറയുമ്പോൾ ഇവിടെ നമ്മുടെ റാംസ്ഡെലിനെ അങ്ങ് ഓർമ്മിച്ച് വെക്കുക. അതുപോലെ തന്നെ US ഇദ്ദേഹം വൈദ്യൻ എന്നുള്ള കാര്യം കൂടെ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് 3 കാര്യങ്ങൾ അവിടെ കിട്ടി. അപ്പൊ റാംസ്ഡെൽ എവിടെ വൈദ്യനാണ്? USA വൈദ്യനായിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ റാംസ്ഡെൽ. റാം എന്ന് പറയുന്ന ബ്രോ. ഓക്കെ, റാം ബ്രോ എവിടുത്തെ വൈദ്യനാണ്? നമ്മുടെ USA വൈദ്യനാണ്. അപ്പൊ റാം എന്നുള്ള കാര്യം ഇവിടെ ഓർമ്മിച്ച് വെക്കുക. ബ്രോ എന്ന് പറയുന്ന സമയത്ത് ആരെ ഓർമ്മിച്ച് വെക്കുക? മേരി ഈ ബ്രോങ്കോനെ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ബ്രോ എന്ന് പറയുന്ന സമയത്ത് ബ്രാങ്കോ എന്നാണ്, പക്ഷെ നിങ്ങൾ ബ്രോ എന്ന് വെച്ച് ഓർമ്മിച്ച് വെക്കുക. അപ്പൊ USA വൈദ്യനായ റാം എന്ന ബ്രോ എവിടെ പോയി? ഗുച്ചിയിൽ പോയി, ജപ്പാനിലെ ഗുച്ചിയിൽ പോയി എന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പൊ ഈ സകാഗുച്ചി എന്നുള്ളതെന്ന് എന്ത് ഓർമ്മിച്ച് വെക്കുക? നമ്മുടെ ഈ പറയുന്ന എന്താ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ ഒരു ബ്രാൻഡിനെ വെച്ച് അങ്ങ് നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക. ഗുച്ചിയിൽ പോയി, USA വൈദ്യനായ റാം എന്ന് പറയുന്ന ബ്രോ എവിടെ പോയി? ജപ്പാനിലുള്ള ഗുച്ചിയിൽ പോയി എന്നുള്ളത് ഓർമ്മിച്ച് വെച്ചാൽ മതി. അങ്ങനെ വൈദ്യശാസ്ത്രത്തിലെ 2025 നൊബേൽ പുരസ്കാരം അവിടെ അങ്ങ് ക്ലിയർ ആക്കി വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ആരെ കുറിച്ചാ? രസതന്ത്ര നൊബേലിനെ കുറിച്ചാണ്. 2025 രസതന്ത്ര നൊബേലിനെ കുറിച്ച് നമുക്ക് ഇതുപോലെ കോഡ് വെച്ച് അങ്ങ് പഠിച്ചു വെക്കാം. ഇവിടെ നമുക്കൊരു 2-3 പേരെ നോക്കാനായിട്ടുണ്ട്. ആരൊക്കെയാണ് വരുന്നത്? ഇവിടെ സുസുമു കിറ്റഗോവ, അതുപോലെ തന്നെ റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യോഗി, ഇങ്ങനെ 3 പേർക്കാണ് 2025 രസതന്ത്രത്തിലുള്ള നൊബേൽ പുരസ്കാരം അർഹരാവുന്നതായിട്ട്, രസതന്ത്രത്തിലുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തിന്റെ കണ്ടെത്തലുകൾക്കാണ് 2025 രസതന്ത്രത്തിലെ നൊബേൽ പുരസ്കാരം ഇവിടെ നേടുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ ലോഹ ജൈവ ചട്ടക്കൂടുകളുടെ വികസനത്തിനായി, അതല്ലെങ്കിൽ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളുടെ കണ്ടുപിടുത്തം, അതിന്റെ ഡെവലപ്മെന്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന പ്രവർത്തനങ്ങൾക്കാണ് 2025 രസതന്ത്രത്തിലുള്ള നൊബേൽ പുരസ്കാരം നമ്മുടെ കിറ്റഗോവക്കും റോബ്സണും യോഗിക്കും കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഒരു കോഡ് വെച്ച് പഠിച്ചു വെക്കാം? നമ്മള് പണ്ടൊക്കെ കേട്ടിട്ടുള്ള എന്താണ് ഒരു ബ്രാൻഡാണ് അല്ലേ, ഒരു വണ്ടിയാണ് നമ്മുടെ ടാറ്റാ സുമോ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ ടാറ്റാ സുമോ വെച്ചുകൊണ്ട് ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ടാറ്റാ സുമോ എന്ന് പറയുന്നത്. അപ്പൊ ടാറ്റാ സുമോ എന്ന് പറയുമ്പോൾ നമ്മുടെ സുമു എന്ന് പറയുന്ന ആ പേര് അങ്ങ് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ യോഗിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ, ഓക്കെ, സൺ എന്ന് ഓർമ്മിച്ച് വെക്കുക. റോബ്സനെ അങ്ങ് ഓർമ്മിച്ച് വെക്കുക. യോഗിയും മകനും എന്തിൽ പോയി? സുമോയില് ഗോവയിൽ പോയി എന്ന് ഓർമ്മിച്ചാൽ മതി. കണ്ടോ, ബീച്ചൊക്കെ കണ്ടല്ലോ, ഒരു ഗോവ സെറ്റപ്പ് അങ്ങ് ഓർമ്മിക്കുക. അതുപോലെ തന്നെ ഇത് നമ്മുടെ യോഗിയാണ്, അതുപോലെ തന്നെ ഇത് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള റോബ്സൺ ആണ് എന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പൊ റോബ്സൺ ഭയങ്കര ഹാപ്പി ആയിട്ട് രസമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ രസതന്ത്ര നൊബേൽ അവിടെ അങ്ങ് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? യോഗിയും അദ്ദേഹത്തിന്റെ മകൻ സൺ അല്ലെങ്കിൽ റോബ്സൺ എന്ന് ഓർമ്മിച്ച് വെക്കുക. അവരെന്ത് ചെയ്തു? ടാറ്റാ സുമോയില് എങ്ങോട്ട് പോയി? ഗോവയിൽ പോയി എന്ന് ഓർമ്മിച്ചാൽ മതി. അങ്ങനെ ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് അവർ പോകുന്നുണ്ട്. കണ്ടോ, ഭയങ്കര ഹാപ്പി ആയിട്ട് രസമായിട്ടാണ് അവർ ഇരിക്കുന്നത്. അപ്പോ നമ്മുടെ രസതന്ത്രത്തിലുള്ള നൊബേൽ പുരസ്കാരം അങ്ങനെ ആ രസമായിട്ട് അങ്ങനെ അങ്ങ് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ചില കോഡുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര വിയേർഡൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താണ്? എക്സാമിന് ആ ഒരു ഓപ്ഷനിൽ നിന്ന് നമുക്കങ്ങ് പിക്ക് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമായിട്ടുള്ളത്. അപ്പോൾ അതിന് ഇപ്പോൾ ഞാൻ പറയുന്നതല്ലാതെ നിങ്ങളുടേതായിട്ടുള്ള കോഡുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ
ഒക്കെ വെച്ച് കണക്ട് ചെയ്തുകൊണ്ട് വളരെ രസമായിട്ട് തന്നെ ഇതൊക്കെ പഠിച്ചു വെക്കുക. അതല്ലാതെ നമുക്കിത് ഒരുപാട് ഓർമ്മിച്ച് വെക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര വലിയ പേരുകളല്ലേ. ഓക്കെ, അങ്ങനെ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അതല്ലാത്തവർ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കോഡുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് 2025 സാഹിത്യത്തിനുള്ള നൊബേലാണ്. ഓക്കെ, ലിറ്ററേച്ചറിലുള്ള നൊബേലാണ്. ഇത് നമുക്കൊരു കോഡ് വെച്ചങ്ങ് നോക്കാം. അപ്പൊ ആർക്കാ കിട്ടുന്നത്? ഹംഗേറിയൻ എഴുത്തുകാരനായിട്ടുള്ള ലാസ്ലോ ക്രാസ്നോക്കി. ഓക്കെ, ലാസ്ലോ ക്രാസ്നോക്കിയേക്കാണ്. വളരെ വലിയൊരു പേരാണല്ലേ. അപ്പൊ ലാസ്ലോ ക്രാസ്നോക്കിയേക്കാണ് 2025 നമ്മുടെ ലിറ്ററേച്ചറിനുള്ള പുരസ്കാരം കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കുറച്ചധികം 2 ഫാക്ടുകൾ കൂടെ ഇവിടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. 2015 സ്റ്റാൻഗോ, ഓക്കെ, സാറ്റൻ റാംഗോ എന്ന് പറയുന്ന നോവലിന് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ട്? മാൻ ബുക്കർ പ്രൈസ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ 2018 നമ്മൾ നോക്കുന്ന സമയത്ത് ദ വേൾഡ് ഗോസ് ഓൺ എന്ന് പറയുന്ന കൃതിക്ക് അദ്ദേഹത്തിന് ബുക്കർ സമ്മാനത്തിന് അർഹനായിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ലാസ്ലോ എന്നുള്ള കാര്യം അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു കോഡ് വെച്ച് അങ്ങ് പഠിച്ചു വെക്കുക. 2025 സാഹിത്യത്തിലെ ലിറ്ററേച്ചറിലെ നൊബേല് നമുക്ക് അങ്ങ് കോഡ് വെച്ച് പഠിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ലാസ്ലോ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പിക്ചറിലോട്ടൊന്ന് നോക്കുക. അതായത് ഇവിടെ നമ്മൾ ലാസ്ലോ എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര ലേസി എന്നുള്ള രീതിയിൽ അങ്ങ് ഓർമ്മിച്ച് വെക്കുക. ലാസ്ലോ ലേസി എന്ന്, ഭയങ്കര മടി പിടിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണ് എന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ലേസി ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? ഈ ലേസി ആയിട്ട് ഒരു കുട്ടി ഒരു ബുക്ക് വായിച്ചിരിക്കണം. ആ ബുക്ക് വായിക്കുന്നതിന് എന്ത് കിട്ടണം? നമ്മുടെ ലിറ്ററേച്ചർ ആണ് എന്നുള്ള കാര്യം അവിടെ ഓർമ്മിച്ച് കിട്ടണം. ഓക്കെ, അപ്പോൾ ഭയങ്കര ലേസി ആയിട്ട് ബുക്ക് വായിക്കുന്ന ആ കുട്ടീനെ അങ്ങ് നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. അതാണ് നമ്മുടെ ലാസ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്ലോ എന്ന് ഓർമ്മിച്ചാൽ മതി. ലേസി ആയിട്ട് ഒരു ബുക്ക് ഇരുന്ന് വായിക്കുകയാണ്. അപ്പോൾ ലേസി എന്ന് പറയുമ്പോൾ നമ്മുടെ ലാസ്ലോന് അവിടെ കിട്ടണം. അതുപോലെ തന്നെ ഈ ഒരു ബുക്കിന്റെ പിക്ചർ കാണുമ്പോൾ നമുക്ക് അവിടെ അത് ലിറ്ററേച്ചറിനുള്ള പുരസ്കാരമാണ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഓർമ്മിച്ച് വെക്കണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഹംഗേറിയൻ എഴുത്തുകാരനാണ് എന്ന് പറഞ്ഞു. നമുക്ക് പൊതുവെ നമ്മളോട് പഠിക്കാൻ പറയുന്ന സമയത്ത് ചെറുപ്പത്തിലൊക്കെ അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും നമ്മളോട് പഠിക്കാൻ പറയുന്ന സമയത്ത് നമുക്ക് എവിടെ നിന്നില്ലാത്തൊരു വിശപ്പങ്ങ് വരും അല്ലേ. ഓക്കെ, അതായത് വിശക്കാണ് പിന്നെ പഠിക്കാന്നുള്ള രീതിക്ക്. അപ്പൊ ഇതും ഇതുപോലെ തന്നെയാണ്. ലേസി ആണ്, ലേസി ആയിട്ട് വളരെ ലേസി ആയിട്ട് ഇരുന്നുകൊണ്ട് എന്താണ് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താണ്, വിശക്കുന്നുണ്ട്, ഭയങ്കര ഹങ്കർ ഉണ്ട്. ഓക്കെ, ഭയങ്കര ഹംഗ്രി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഹംഗേറിയൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓർമ്മിച്ചാൽ മതി. അപ്പൊ 2025 നമ്മുടെ സാഹിത്യത്തിലുള്ള നൊബേൽ പുരസ്കാരം ആർക്കാ കിട്ടുന്നത്? നമ്മുടെ ലാസ്ലോക്കാണ് കിട്ടുന്നത്. ഹംഗേറിയൻ എഴുത്തുകാരനാണ് ലാസ്ലോ എന്നുള്ള കാര്യം കൂടെ അവിടെ അങ്ങ് പഠിച്ചു വെക്കുക. അങ്ങനെ നമ്മുടെ സാഹിത്യത്തിലുള്ള നൊബേൽ കൂടെ അവിടെ അങ്ങ് ക്ലിയർ ആക്കി വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ 2025 സമാധാനത്തിലുള്ള പുരസ്കാരമാണ്. സമാധാനത്തിലുള്ള പുരസ്കാരം ആർക്കാ കിട്ടുന്നത്? മരിയ കൊരീന മച്ചാഡോ. ഓക്കെ, മരിയ കൊരീന മച്ചാഡോക്കാണ്. നമ്മുടെ വെനസ്വലയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വ്യക്തിയാണ് ആര്? മരിയ കൊരീന മച്ചാഡോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പറയുന്ന വെനസ്വലയിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്താണ് സ്വേച്ഛാധിപത്യത്തിൽ നിന്നും ജനാധിപത്യത്തിലോട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവര് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ വെനസ്വലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്? നമ്മുടെ മരിയ കൊരീന മച്ചാഡോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഒരു കോഡ് വെച്ച് നമുക്ക് പഠിച്ചു വെക്കാം. നമുക്കറിയാം നമ്മളിങ്ങനെ കൊറിച്ചുകൊണ്ടിരിക്കാറില്ലേ, എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട്, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കൊറിച്ചുകൊണ്ടിരിക്കാനായിട്ട് നമുക്ക് എപ്പോഴും തോന്നാറുണ്ട് അല്ലെ. ചിലയിടത്ത് നമ്മൾ പറയാറില്ലേ കൊറിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ചിലയിടത്ത് എന്താ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് എപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറിനെ നമ്മൾ എന്ത് പറയാറുണ്ട്? ആ ഒരു ടേം വെച്ച് പറയാറുണ്ട്, കൊറിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പൊ എന്താണ് കൊറിച്ചുകൊണ്ടിരുന്ന ഭയങ്കര സമാധാനമാണ്. മച്ച കൊറിച്ചുകൊണ്ടിരുന്ന ഭയങ്കര സമാധാനമാണ് നമ്മൾ പറയാണ്. അപ്പൊ ഈ മച്ച എന്ന് പറയുന്ന സമയത്ത് അവിടെ മച്ചാഡോ എന്നുള്ളത് ഓർമ്മിച്ച് വെക്കുക. അതുപോലെ തന്നെ കൊറിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഈ കൊറീന, ഓക്കെ, കൊറിയ മച്ചാഡോ, നിങ്ങൾക്ക് ഏതാണോ ഓർമ്മിച്ച് വെക്കാനായിട്ട് ഈസി ആയിട്ടുള്ളത് അത് വെച്ച് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. കൊറിച്ചുകൊണ്ടിരിക്കുക, മച്ച കൊറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര സമാധാനമാണ്. എപ്പോഴൊക്കെ വല്ലതും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര സമാധാനമാണെന്ന് പറയാറില്ലേ, അങ്ങനെ ഓർമ്മിച്ചാൽ മതി. നമ്മൾ മച്ച എന്ന് വിളിക്കാറില്ലേ, നമ്മുടെ ബ്രോ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ മച്ച എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ മച്ച കൊറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര സമാധാനം കിട്ടാറുണ്ട് എന്ന്. അങ്ങനെ നമ്മുടെ സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം അവിടെ അങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും പുരസ്കാരങ്ങൾ എന്ത് ചെയ്യുക, ഈ കോഡ് വെച്ച് അങ്ങ് ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം 2025 അവിടെയും നമ്മൾ നോക്കുന്ന സമയത്ത് 3 പേർക്ക് ഇതിവിടെ പോകുന്നുണ്ട്. ആർക്കൊക്കെയാ പോകുന്നത്? നമ്മുടെ ജോയൽ മോക്കിർ. ഓക്കെ,
ജോയൽ മോക്കിറും അതുപോലെ തന്നെ ഫിലിപ്പ് അഗിയോണ്, പീറ്റർ ഹോവിറ്റ്, ഇങ്ങനെ 3 പേർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള നൊബേൽ പുരസ്കാരം 2025 പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ എന്തിനാണ് ഇവർക്ക് ഈ നൊബേൽ കിട്ടുന്നത് നമ്മൾ നോക്കുമ്പോൾ കണ്ടുപിടുത്തങ്ങളാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയെ കുറിച്ച്, ഓക്കെ, സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിസർച്ചുകൾക്ക്, ഗവേഷണങ്ങൾക്കാണ് 2025 നൊബേൽ പുരസ്കാരം ഇവർ തേടിയെത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ എന്ത് ചെയ്യുക, ഇതാണ് നമ്മുടെ 2025 നൊബേൽ പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ പറ്റാവുന്നതെല്ലാം നമ്മൾ കോഡ് വെച്ചുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ കാണുക, ഒന്നുകൂടെ കണ്ട് ക്ലിയർ ആക്കുക. അപ്പൊ ഇതുപോലുള്ള കോഡുകളൊക്കെ വെച്ച് ക്ലാസ്സുകളൊക്കെ ഭയങ്കര രസകരമായിട്ട് തന്നെയാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് again കാണാം. താങ്ക് യു.